200 രൂപയുണ്ടായ എയർപോർട്ടിലെ ചായ തന്റെ പാർലമെന്റിലെ പ്രസംഗം കാരണം 10 രൂപയായപ്പോൾ അത് കുടിക്കാൻ പോകുന്ന ഒരു ഇന്ത്യൻ പാർലമെന്റ് MP ആണിത്. അതെ, ദ റിയൽ ഹീറോ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ്, രാഘവ് ചദ്ദ. ഓരോ സാധാരണക്കാരനായ ഇന്ത്യൻ പൗരനും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ മനുഷ്യൻ പാർലമെന്റിൽ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. 5 കിലോ റേഷൻ അരി വാങ്ങാനും ഒരു പുതിയ സിം എടുക്കാനും ഫിംഗർ പ്രിന്റ് ആവശ്യമുള്ളപ്പോൾ രാജ്യത്തെ ഇലക്ഷനിലെ വോട്ടിംഗ് മെഷീനിൽ എന്തുകൊണ്ട് ഫിംഗർ പ്രിന്റ് ആവശ്യമില്ല? രാഷ്ട്രീയ പ്രവർത്തനം സർവീസാണോ ജോലിയാണോ? സർവീസ് ആണെങ്കിൽ പിന്നെ എന്തിന് ശമ്പളവും പെൻഷനും? ജോലിയാണെങ്കിൽ എന്തുകൊണ്ട് മറ്റു ജോലികൾക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസ യോഗ്യത ഇതിന് ആവശ്യം വരുന്നില്ല? ഓരോ MP-മാർക്കും പ്രതിമാസം മൊബൈൽ അലവൻസായി നൽകുന്നത് 9,000 രൂപ. 350 രൂപയ്ക്ക് അൺലിമിറ്റഡ് കോളും ഡാറ്റയും ലഭ്യമാകുമ്പോൾ എന്തിന് ഇത്രയും അധികം തുക MP-മാർക്ക് നൽകണം? ഒരു പീഡകനും പീഡിപ്പിക്കുമ്പോൾ ആ പാവം പെൺകുട്ടിയുടെ പ്രായം ഓർക്കുന്നില്ല. പിന്നെന്തിന് ശിക്ഷ നടപ്പാക്കുമ്പോൾ ആ പ്രതിയുടെ പ്രായം കണക്കിലെടുക്കണം? കടകളിൽ നിന്നും വാങ്ങുന്ന ജ്യൂസ് ബോട്ടികൾക്ക് മുമ്പിൽ മനോഹരമായിട്ടുള്ള ഫ്രൂട്ട്സിന്റെ ചിത്രം നൽകി ആളുകളെ കബളിപ്പിക്കുന്നു. എന്നിട്ട് അതേ ജ്യൂസ് ബോട്ടിലിന്റെ പിറകിൽ ചെറുതായി എഴുതിയിരിക്കുന്നു മുമ്പിലെ ഫോട്ടോ വെറുതെയാണെന്ന്. എന്നിട്ട് ഞങ്ങളുടെ മക്കൾ കുടിക്കുന്നത് വെറും പഞ്ചസാര വെള്ളമോ? 30-31 ദിവസമുള്ള ഓരോ മാസവും ടെലികോം കമ്പനികൾ മന്ത്ലി പ്ലാനായി നൽകുന്നത് വെറും 28 ദിവസം മാത്രം. ഇത് കാരണം ഓരോ മനുഷ്യനും റീചാർജ് ചെയ്യേണ്ടി വരുന്നത് 13 മാസം. ഇതൊക്കെ എന്തുകൊണ്ട്? നമുക്കും വേണ്ടത് ഇത്തരത്തിൽ സാധാരണക്കാരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന നേതാക്കളെയല്ലേ? ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജനപ്രതിനിധികളെയല്ലേ? ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിൽ പോയി വോട്ടിംഗ് മെഷീന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നന്നായി ഒന്ന് ആലോചിച്ച് വോട്ടിംഗ് മെഷീനിൽ വിരലമർത്തുക. നമുക്ക് വേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളെയാണ്.